സോ നമ്മൾ അമീൻസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആ ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഭാഗവും ശ്രദ്ധിച്ച് കേൾക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസും നെയിംഡ് റിയാക്ഷൻ അല്ലാത്ത റിയാക്ഷൻസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ബാക്കിയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഓരോന്നായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഇനി നമ്മൾ ബേസിക് ക്യാരക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ റിയാക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ റിയാക്ഷൻസ് ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, സോ ഫസ്റ്റ് റിയാക്ഷൻ നിങ്ങൾക്ക് കാണാം, അസൈലേഷൻ ഓഫ് അമീൻസ്. നമ്മൾ അതിനെ അസറ്റൈലേഷൻ എന്നും കൂടി പറയാറുണ്ട്. ടൈറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അസൈലേഷൻ ഓഫ് അമീൻസ്, ഈ പ്രോസസ്സിന് നമ്മൾ അസറ്റൈലേഷൻ എന്നും കൂടി പറയാറുണ്ട്. അതാണ് ബ്രാക്കറ്റിൽ അവിടെ നെയിം ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കൂ, പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസ് ആർ അസൈലേറ്റഡ് വെൻ ട്രീറ്റഡ് വിത്ത് ആസിഡ് ക്ലോറൈഡ്സ്. ടെർഷ്യറി അമീൻസ് ആർ നോട്ട് അസൈലേറ്റഡ് ആസ് ദേ ഡു നോട്ട് കണ്ടെയ്ൻ എ ഹൈഡ്രജൻ ആറ്റം ഓൺ നൈട്രജൻ. ഞാൻ പറഞ്ഞല്ലോ, അസൈലേഷൻ ഓഫ് അമീൻസ് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇത് നമ്മൾ അസറ്റൈലേഷൻ എന്നാണ് ഈ റിയാക്ഷൻ നടക്കുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് അസറ്റൈലേഷൻ എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ പൊതുവേ നമ്മൾ അസൈലേഷൻ ഓഫ് അമീൻസ് എന്നും പറയാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ പറഞ്ഞ പോലെ പ്രൈമറി സെക്കൻഡറി അമീൻസ്, ആരോമാറ്റിക് അമീൻസ് ആയാലും ആലിഫാറ്റിക് അമീൻസ് ആയാലും പ്രൈമറി സെക്കൻഡറി അമീൻസ് അസൈലേറ്റഡ് വെൻ ട്രീറ്റഡ് വിത്ത് ആസിഡ് ക്ലോറൈഡ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ CH3COCl, ഇതിനെയാണ് ആസിഡ് ക്ലോറൈഡ്, അസൈൽ ക്ലോറൈഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ CH3COClനെയാണ് നമ്മളിവിടെ ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ആസിഡ് ക്ലോറൈഡുമായിട്ട് പ്രൈമറി അമീൻ ട്രീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കറിയാം പ്രൈമറി അമീൻ എങ്ങനെയാണെന്ന് അറിയാം അല്ലേ. സാധാരണ നമ്മൾ NH2 എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് അല്ലേ, പ്രൈമറി അമീൻ. അപ്പോൾ ഈ ആറിൻ്റെ അവിടെ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, CH3 അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന C6H5 ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസ് ആർ അസൈലേറ്റഡ് വെൻ ട്രീറ്റഡ് വിത്ത് ആസിഡ് ക്ലോറൈഡ്സ്. അപ്പോൾ ഇവ ആസിഡ് ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അസറ്റാനിലൈഡ് ആണ് കിട്ടുന്നത്, അതായത് അമൈഡാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അനിലിൻ എന്ത് ചെയ്യുന്നു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആസിഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയുള്ള NH2 ഒരു എച്ചും NH2 ഗ്രൂപ്പിലുള്ള ഒരു എച്ചും അതുപോലെ ഈ CH3COClലെ അവിടെ ഞാൻ പേന കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് Clലും കൂടി ചേർന്ന് ഇവ തമ്മിൽ ചേർന്ന് അത് HCl ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ആ HCl ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അതായത് NH2 നിന്നുള്ള ഒരു എച്ചും ആസിഡ് ക്ലോറൈഡ് അതായത് CH3COClലെ Clലും കൂടി ചേർന്ന് HCl ആയിട്ട് പോകുന്നുണ്ട്. അതാണ് നമുക്ക് അവിടെ HCl ആയിട്ട് പ്രോഡക്റ്റ് സൈഡിൽ കിട്ടുന്നത്. ഓക്കെ, ബാക്കി അവശേഷിക്കുന്നവയെ ഒരുമിച്ച് ചേർത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ശ്രദ്ധിക്കൂ, ഇവിടെ C6H5NH2ലെ ഒരു എച്ച് പോയിട്ടുണ്ട്, ബാക്കി C6H5NH. അതാണ് ഇത്രയും ഭാഗം എന്ന് പറയുന്നത്, ശരിയല്ലേ, C6H5NH. ഇനി മറ്റൊരു കാര്യം, CH3COClലെ Cl പോയിട്ടുണ്ട്. സോ ബാക്കി അവശേഷിക്കുന്ന ഭാഗം നോക്കൂ, COCH3, അതിൽ നിന്ന് Cl പോയിട്ടുണ്ട്, ബാക്കി അവശേഷിക്കുന്ന COCH3 അല്ലെങ്കിൽ CH3CO അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ HCl ആയി പോയി ബാക്കിയുള്ള ഭാഗങ്ങളെ കൂടി ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രൈമറി സെക്കൻഡറി അമീൻസിനെ ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അസറ്റാനിലൈഡ് അല്ലെങ്കിൽ അമൈഡ് ആണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർത്തു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അസൈലേഷൻ ഓഫ് അമീൻസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിന് നമ്മൾ അസറ്റൈലേഷൻ എന്നും കൂടി എന്ത് പറയാറുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിയാക്ഷനാണ്. അപ്പോൾ ഇത് പേരെല്ലാം തന്നെ കൃത്യമായിട്ട് വേണം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ. ഓക്കെ, എങ്കിൽ നമുക്ക് രണ്ടാമത്തെ റിയാക്ഷനിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കൂ, കാർബൈലമിൻ റിയാക്ഷൻ. എന്താണ് കാർബൈലമിൻ റിയാക്ഷൻ?
ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പ്രത്യേകമായി മാർക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ് കാർബൈലാമൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി അമീൻസ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് കിടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് കാണാം. ഇത് പ്രൈമറി സെക്കൻഡറി അമീൻസിനെയാണ്, അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി അമീൻസ് മാത്രമാണ് ഈ അസറ്റൈലേഷൻ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുള്ളൂ, കാണിക്കുന്നുള്ളൂ. ടെറിഷ്യറി അമീൻ എന്ത് ചെയ്യുന്നില്ല, ഈ റിയാക്ഷൻ കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം അവിടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. ടെറിഷ്യറി അമീൻസ് ആർ നോട്ട് അസൈലേറ്റഡ് ആസ് ദേ ഡു നോട്ട് കണ്ടെയ്ൻ എ ഹൈഡ്രജൻ ആറ്റം ഓർ നൈട്രജൻ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, പ്രൈമറി അമീൻസ് എന്ന് പറയുമ്പോൾ RNH2 എന്നാണ് നമ്മൾ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് നൈട്രജൻ 2 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബോണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ RNH2 എന്നാണ് കൊടുക്കുക അല്ലേ. അമീൻ എന്ന് പറയുമ്പോൾ NH2 ഗ്രൂപ്പാണല്ലോ. ഇനി സെക്കൻഡറി അമീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുക, എന്താ വ്യത്യാസം വരിക, R2NH എന്നാവും. ഓക്കെ, ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ടെറിഷ്യറി അമീൻ എന്ന് പറയുമ്പോൾ എന്താണ്, R3. അപ്പോൾ ഇതിലുള്ള ഈ എച്ചും പോയിട്ടുണ്ടായിരിക്കും അല്ലേ, ആ എച്ച് മുഴുവനായിട്ടും പോയിട്ടുണ്ടായിരിക്കും. R3Na എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നൈട്രജൻ്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കില്ല അല്ലേ. RNH2 എന്ന് പറയുമ്പോൾ അത് പ്രൈമറി അമീനാണ്. R2NH എന്ന് പറയുമ്പോൾ അത് സെക്കൻഡറി അമീനാണ്. R3N ആയിട്ട് മാറും, അതാണ് ടെറിഷ്യറി അമീൻ. അതിലെ നൈട്രജന്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ, നൈട്രജനുമായി ബോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ നടക്കില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ പ്രൈമറി അമീനാണ് എടുത്തിരിക്കുന്നത് അല്ലേ, അനിലീൻ. ആ പ്രൈമറി അമീൻ എടുത്തപ്പോൾ ആ NH2-ലുള്ള ഒരു എച്ചും ആസിഡ് ക്ലോറൈഡിലെ Cl-മായി കമ്പൈൻ ചെയ്ത് HCl ആയിട്ട് പോകുന്നു. നമുക്ക് ഒരു അമൈഡ് കിട്ടുന്നു, പ്രോഡക്റ്റ് ആയിട്ടൊരു അമൈഡ് കിട്ടുന്നുണ്ട്. ഇനി അത് സെക്കൻഡറി അമീൻ ആണെങ്കിൽ NH2 എന്നില്ലെങ്കിലും NH ആയിട്ട് മാറും. NH അല്ലേ, അതല്ലേ സംഭവം. ഇവിടെ NH2-ന്റെ പകരം എന്തായി മാറും, C6H5NH എന്നാവും. കാരണം എന്തുകൊണ്ടാണ്, സെക്കൻഡറി അമീൻ ആണ്, ഒരു എച്ച് അവിടെ മാറിയിട്ടുണ്ടാവും. സോ C6H5NH. ഈ NH ആസിഡ് ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചാലും NH-ലുള്ള ഒരു എച്ചും ആസിഡ് ക്ലോറൈഡുള്ള Cl-ഉം കൂടി കമ്പൈൻ ചെയ്ത് അപ്പോഴും HCl ആയിട്ട് പോയിക്കോളും. പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അപ്പോഴും എന്ത് ചെയ്യും, പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, കിട്ടുന്നുണ്ടാവും. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്താ മനസ്സിലാക്കേണ്ടത്, അതായത് ഇവിടെ അവിടെ നൈട്രജന്റെ മുകളിൽ, ഈ കേസിൽ നൈട്രജന്റെ മുകളിൽ ഒരു എച്ച് ഉള്ള കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ റിയാക്ഷൻ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോയത് അല്ലേ. ആ സമയം എച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ റിയാക്ഷൻ ഇതേപടി എന്ത് ചെയ്യില്ല, മുന്നോട്ട് പോകില്ല. പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു എച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ റിയാക്ഷൻ മുന്നോട്ട് പോകില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ടെറിഷ്യറി അമീൻസ് ആർ നോട്ട് അസൈലേറ്റഡ് ആസ് ദേ ഡു നോട്ട് കണ്ടെയ്ൻ ഹൈഡ്രജൻ ആറ്റം ഓർ നൈട്രജൻ. നൈട്രജന്റെ മുകളിൽ ഹൈഡ്രജൻ ആറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ റിയാക്ഷൻ ഒരിക്കലും മുന്നോട്ട് പോവാൻ സാധിക്കില്ല. അപ്പോൾ അത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലോട്ട് കാർബൈലാമിൻ റിയാക്ഷൻ ആണ്. അവിടെ നോക്കൂ, ഇത് പ്രൈമറി അമീൻസിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രൈമറി അമീൻസ് എന്ന് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുള്ളത്. Aliphatic and aromatic primary amines, when warmed with the chloroform and alcoholic KOH solution, produce foul-smelling isocyanates or carbalamines. This is used as a test for primary amines. Secondary and tertiary amines do not give this test. നോക്കൂ, ആലിഫാറ്റിക് ആൻഡ് എല്ലാ കേസും ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് അമീൻസിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി അമീൻസ് ക്ലോറോഫോമിന്റെയും CHCl3നെയാണ് എന്തെന്ന് പറയുന്നത്, ക്ലോറോഫോം എന്ന് പറയുന്നത് കേട്ടോ. CHCl3നെയാണ് ക്ലോറോഫോം എന്ന് പറയുന്നത്. ക്ലോറോഫോമിന്റെയും ആൽക്കഹോളിക് KOHന്റെയും കൂടെ എന്ത് ചെയ്യാണ് നമ്മൾ പ്രൈമറി അമീൻസിന്, ആലിഫാറ്റിക് പ്രൈമറി അമീൻ ആയാലും ആരോമാറ്റിക് പ്രൈമറി അമീൻ ആയാലും നമ്മൾ ഈ ക്ലോറോഫോമിന്റെയും ആൽക്കഹോളിക് KOHുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ഫോൾ സ്മെല്ലിങ് നമുക്ക് കിട്ടും. സ്മോൾ സ്മെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പ്ലസന്റ് അല്ലാത്ത സ്മെല്ലിംഗ് ആണ്, വേണമെങ്കിൽ ദുർഗന്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്ര പ്ലസന്റ് അല്ലാത്തൊരു
ഒരു അൺപ്ലസൻറ്റ് സ്മെല്ലാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഐസോസൈനൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഐസോസൈനൈഡ് ഇവിടെ ഫീനൈൽ കാർബലാമൈൻ, ഐസോസൈനൈഡ് അല്ലെങ്കിൽ നോക്കൂ, ഐസോസൈനൈഡ് അല്ലെങ്കിൽ കാർബലാമൈൻസ് എന്നാണ് പറയുക. ഫിനൈൽ കാർബലാമൈൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഐസോസൈനൈഡ്, ഈ NC അവിടെ കിടക്കുന്ന ഈ NC ഗ്രൂപ്പിനാണ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് C6H5 കൂടി ആ NCനെയാണ് ഐസോസൈനൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഐസോസൈനൈഡിന്റെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു സ്മെല്ല് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ അത് പ്രൈമറി അമീൻസിന്റെ കേസിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐസോസൈനൈഡ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഉണ്ടായിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി അമീൻസ് ആണ് എന്നുള്ളത്. സെക്കൻഡറി ടെറിഷ്യറി അമീൻസ് ഈ റിയാക്ഷനെ ഒരു റിയാക്ഷനും കാണിക്കില്ല. അവ ദ ഡു നോട്ട് ഗിവ് ദിസ് ടെസ്റ്റ്. അവ ഇത്തരത്തിൽ ഐസോസൈനുകൾ ഒന്നും തന്നെ, അല്ലെങ്കിൽ കാർബലൈമിൻസ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രൈമറി അമീൻസിന്റെ കേസിൽ മാത്രമാണ് ഈ ടെസ്റ്റ് സക്സസ്ഫുൾ ആവുള്ളൂ. അതുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് വഴി ഇത്തരത്തിൽ ഫോൾസ് സ്മെല്ലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ഐസോസൈനൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് എന്ന് തന്നെയായിരിക്കും, പ്രൈമറി അമീനാണ്, സെക്കൻഡറിയോ ടെറിഷ്യറിയോ അല്ല. അപ്പോൾ ഈ ടെസ്റ്റ് പ്രൈമറി അമീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. നേരത്തെ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ പ്രൈമറി സെക്കൻഡറി അമീൻസിന് ഉപയോഗപ്പെടുത്താം, പക്ഷെ ടെറിഷ്യറിക്ക് യാതൊരു കാരണവശാലും ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്നുമായിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റമില്ല. അതുകൊണ്ട് തന്നെ ആ റിയാക്ഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കില്ല. ഓക്കെ, പറഞ്ഞ് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി റിയാക്ഷൻ വിത്ത് ഹിൻസ്ബർഗ്സ് റിയാജന്റ് എന്നാണ് പറയുക. ഹിൻസ്ബർഗ് റിയാജന്റ് എന്നാണ് പറയുക. ഹിൻസ്ബർഗ് റിയാജന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാനൊന്ന് വായിക്കുന്നുണ്ട്. പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി അമീൻസ് റിയാക്ട് ഡിഫറെൻ്റ്ലി വിത്ത് ഹിൻസ്ബർഗ് റിയാജന്റ്. ഹിൻസ്ബർഗ് റിയാജന്റ് ആയിട്ട് പ്രൈമറി സെക്കൻഡറി ടെറിഷ്യറി അമീൻസ് ഡിഫറെൻറ്റ് രീതിയിലാണ് റിയാക്ട് ചെയ്യപ്പെടുന്നത്. നമുക്ക് ആദ്യം പ്രൈമറി അമീൻസ്. എ പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയാജന്റ് ടു ഫോം ആൽക്കൈൽ ബെൻസിൽ സൾഫണമൈഡ് വിച്ച് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി. ശ്രദ്ധിക്കൂ, ഇവിടെ എടുത്തിരിക്കുന്ന RNH2 ആണല്ലോ പ്രൈമറി അമീൻ. ഓക്കെ, ഈ പ്രൈമറി അമീൻ ഹിൻസ്ബർഗ് റിയാജന്റ് ഇവിടെ കാണുന്നതാണ് ഹിൻസ്ബർഗ് റിയാജന്റ്. ഹിൻസ്ബർഗ് റിയാജന്റ് എന്താണ് താഴെ കൊടുത്തിട്ടുണ്ട്, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെയാണ് ഹിൻസ്ബർഗ്സ് റിയാജന്റ് എന്ന് പറയുന്നത്. C6H5, അത് ബെൻസിറിങ്ങിന്റെ മുകളിൽ SO2 ഗ്രൂപ്പും ഒരു Cl ഗ്രൂപ്പും വന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹിൻസ്ബർഗ്സ് റിയാജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിൻസ്ബർഗ് റിയാജന്റുമായിട്ട് നമ്മുടെ പ്രൈമറി അമീൻ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, നേരത്തെ നിങ്ങൾ കണ്ടോ ഒരു -HCl എന്ന് കൊടുത്തത് കണ്ടോ നിങ്ങൾ, അതായത് HCl അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതായത് HCl ആയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ശ്രദ്ധിക്കൂ, അതായത് നേരത്തെ പറഞ്ഞ പോലെ NH2-ലെ ഒരച്ചും ഹിൻസ്ബർഗ് റിയാജന്റിലെ ഒരു Cl കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് HCl ആയിട്ട് പോകുന്നത്. ബാക്കി വരുന്ന എല്ലാം തന്നെ എന്ത് ചെയ്യും, ചേർത്ത് എഴുതിയിരിക്കുന്നതാണ്. നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ആൽക്കൈൽ ബെൻസിൽ സൾഫണമൈഡ് എന്നുള്ളത്. ആൽക്കൈൽ ബെൻസിൻ സൾഫണമൈഡ് എന്നുള്ളത്. ഓക്കെ, ഇനി അവ ഞാൻ പറഞ്ഞല്ലോ, അവ എന്ത് ചെയ്യും, ഒരു ഒരു ആൽക്കലി മീഡിയത്തിൽ അവ സോലുബിൾ ആണ്. അവിടെ എടുത്തിരിക്കുന്നത് NaOH ആണ്. ആ NaOHൽ നമ്മൾ അവിടെ അവയെ ഡിസോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു സോലുബിൾ സാൾട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു സോലുബിൾ സാൾട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വയ്ക്കുക. എത്രയും മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈമറി അമീൻസിനെ നമ്മൾ ഒരു ഹിൻസ്ബർഗ് റിയാജന്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു ആൽക്കൈൽ ബെൻസിൽ സൾഫണമൈഡ് ഉണ്ടാകുന്നു. അത് എന്തായിരിക്കും, ഒരു ആൽക്കലി മീഡിയത്തിൽ അത് എന്തായിരിക്കും, സോലുബിൾ ആയിരിക്കും. ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ട് അവിടെ എന്ത് ചെയ്യേണ്ടത്, ഓർത്ത് വെക്കേണ്ടത്. അവിടെ ഓർത്ത് വയ്ക്കുക എന്താണ് ഹിൻസ്ബർഗ് റിയാജന്റ്. അപ്പോൾ ഈ ടെസ്റ്റ് നമുക്ക് പ്രൈമറി സെക്കൻഡറി കേസിൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. ടെറിഷ്യറി കേസിൽ ഈ റിയാക്ഷൻ ഒരു തരത്തിലും എന്ത് ചെയ്യുക, ഈ ദേ ഡു നോട്ട് ഗിവ് ദി ടെസ്റ്റ്, ഒരിക്കലും ഈ റിയാക്ഷൻ സക്സസ് ആവില്ല ടെറിഷ്യറി കേസിൽ. അപ്പോൾ പ്രൈമറി സെക്കൻഡറി അമീൻസിന്റെ കേസിൽ ഈ റിയാക്ഷൻ പൂർണ്ണമായി സക്സസ് ആവുന്നതുകൊണ്ട് നമുക്ക് അവയെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഈ ടെസ്റ്റ് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രൈമറി അമീൻസിന്റെ കേസിലാണ്. ഓക്കെ, ഇനി സെക്കൻഡറി, അതിൽ തന്നെ അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഹിൻസ്ബർഗ് റിയാജന്റുമായിട്ടുള്ള റിയാക്ഷനുള്ള സെക്കൻഡറി അമീൻസിന്റെ കേസ് നോക്കൂ. എ സെക്കൻഡറി അമീൻ റിയാക്ട്സ് വിത്ത് ഹിൻസ്ബർഗ് റിയാജന്റ് ടു ഫോം ഡൈബെൻസീൻ സൾഫണമൈഡ് വിച്ച് ഈസ് ഇൻസോലുബിൾ ഇൻ ആൽക്കലി. നേരത്തെ RNH2 ആയിരുന്നു. ഇവിടെ സെക്കൻഡറി അമീനായ കാരണം കൊണ്ട് ഒരു H കുറവാണ്. അപ്പോൾ R2NH എന്നാണ് വരിക. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെയിം
എന്താണ് നമ്മുടെ ഹിൻസ്ബർഗ് റിയേജൻ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടെ റിയാക്ഷൻ നടക്കുകയാണ്. ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറയുമ്പോൾ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഓക്കെ, അവിടെ HCl അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ കാണിക്കുന്നില്ല, ഒരു HCl ഇവിടെ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗത്തെ ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് ആണ്. നേരത്തെ R ആയിരുന്നു, ഇവിടെ R2 ആണ് അല്ലേ. നേരത്തെ കിട്ടിയ പ്രോഡക്റ്റിൽ എന്തായിരുന്നു, R ആയിരുന്നു. ഓക്കെ, ഇവിടെ എന്തായിരുന്നു, R ആയിരുന്നു. R ബാക്കി വന്ന കോമ്പൗണ്ടിനെ ചേർത്ത് എഴുതിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, കൃത്യമായി മനസ്സിലാവും, R2 അല്ലേ. ബാക്കി HCl റിമൂവ് ചെയ്യപ്പെട്ട ശേഷമുള്ള ബാക്കി ഭാഗങ്ങളാണ് ചേർത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, ടെർഷ്യറി അമീൻ ഡു നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ്. അതുകൊണ്ട് തന്നെ അവ ഈ ടെസ്റ്റിൽ പൂർണ്ണമായിട്ട് ഫെയിൽ ആവും. അതുകൊണ്ട് പ്രൈമറി സെക്കൻഡറി അമീൻസിനെ കൃത്യമായിട്ട് വേർതിരിച്ചറിയുന്നതിന് ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ടുള്ള ഈ റിയാക്ഷൻ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച റിയാക്ഷൻ പ്രൈമറി സെക്കൻഡറി അമീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. കാരണം ടെർഷ്യറിൽ അവ വർക്ക് ആവാത്ത എന്തുകൊണ്ടാണ്, ഇനി നൈട്രജന്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഇല്ല. അതുകൊണ്ട് തന്നെ അസൈലേഷൻ ഓഫ് അമീൻസ് അവിടെ പോസിബിൾ അല്ല. അപ്പോൾ ആദ്യത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ റിയാക്ഷൻ, ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ പ്രൈമറി സെക്കൻഡറി അമീൻസിനെ കൃത്യമായി വേർതിരിച്ചറിയാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ കാർബൈലമീൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അവിടെ എന്ന് പറയുമ്പോൾ പ്രൈമറി അമീൻസിന് മാത്രമാണ് ഇത് സ്യൂട്ടായിട്ടുള്ളത്. സെക്കൻഡറി ടെറിഷ്യറി അമീൻസ് യാതൊരു തരത്തിലുള്ള റിയാക്ഷനും നടത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഹിൻസ്ബർഗ് റിയാജന്റിലെ പ്രൈമറി സെക്കൻഡറിക്ക് ഇവ പോസിബിൾ ആണ്, ടെറിഷ്യറിക്ക് ഇവ പോസിബിൾ അല്ല. കാരണം അവ ഈ റിയാക്ഷനിൽ സക്സസ് അല്ല. അതുകൊണ്ട് തന്നെ പ്രൈമറി സെക്കൻഡറി അമീൻസിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഹിൻസ്ബർഗ് റിയാജന്റുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് ആണ്. റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് പ്രൈമറി അമീൻസ്, അതിന് ആലിഫാക്റ്റിക് പ്രൈമറി അമീൻസ്, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആലിഫാക്റ്റിക് അതുപോലെ തന്നെ ആരോമാറ്റിക് അമീൻസിന്റെ കേസ് തന്നെയാണ്. രണ്ട് കേസിലുള്ള റിയാക്ഷൻസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നൈട്രസ് ആസിഡിന്റെ കേസിൽ പ്രൈമറി അമീൻസ് ഇൻ ആലിഫാറ്റിക് പ്രൈമറി അമീൻസ് സംഭവിക്കും. നോക്കൂ, ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നൈട്രസ് ആസിഡും അതുപോലെ തന്നെ സോഡിയം നൈട്രേറ്റ് പ്ലസ് HClമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു ഡയസോണിയം സാൾട്ട് കിട്ടും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡയസോണിയം സാൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്നത് എന്താണ്, ഡയസോണിയം സോൾട്ട് ആണ്. ശേഷം അവ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൽക്കഹോളാണ്. OH എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, OH ഗ്രൂപ്പ് അറ്റാച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ആൽക്കഹോൾ ആണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഡയസോണിയം സാൾട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടന്ന് നമുക്ക് ഒരു ആൽക്കഹോൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുകയാണ് ചെയ്യുക. ഇനി ആരോമാറ്റിക് പ്രൈമറി അമീൻസ്, ആരോമാറ്റിക് എന്ന് പറയുമ്പോൾ ബെൻസറിങ്ങിന്റെ മോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്ന പോലെ അല്ലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആരോമാറ്റിക് പ്രൈമറി അമീൻസ്. ആരോമാറ്റിക് അമീൻസ് എന്ന് പറയുന്നത് ബെൻസറിങ്ങിന്റെ മുകളിൽ NH ഗ്രൂപ്പ്, അനിലിൻ അല്ലേ. ബെൻസറിങ്ങിന്റെ മുകളിൽ NH ഗ്രൂപ്പ് വന്നാൽ എന്താ വിളിക്കുക, അതിനെ അനിലിൻ എന്നാണ്. +1 സ്റ്റാൻഡേർഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അവ വീണ്ടും ഇതുപോലെ സെയിം നമ്മുടെ നൈട്രസ് ആസിഡും അതുപോലെ തന്നെ സോഡിയം നൈട്രേറ്റ് ഒക്കെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ കിട്ടുന്നത് എന്താണ്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. അതായത് ഒരു ഡയസോണിയം സോൾട്ട് തന്നെയാണ് അവിടെയും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് റിയാക്ഷൻസും പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കുക. പ്രൈമറി അമീൻസ് കേസിലാണ് നമ്മൾ പ്രധാനമായിട്ടും റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡിന്റെ പറയുന്നത്. ഇനി സെക്കൻഡറി ടെറിഷ്യറി അമീൻസ് ഈ റിയാക്ഷനിൽ സക്സസീവ് ആണ്. പക്ഷെ നിങ്ങൾക്കിത് പഠിക്കാനില്ല, അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ പഠിക്കാനില്ല. പ്രൈമറി കേസിൽ മാത്രമാണ് നിങ്ങൾക്കിത് പഠിക്കാനുള്ളത്. എങ്കിൽ കൂടി മനസ്സിലാക്കി വെച്ചോളൂ, സെക്കൻഡറി അമീൻസ് യെല്ലോ കളേർഡ് ഓയിലി നൈട്രോസോ അമീൻസ് ആണ് പ്രൊഡക്റ്റ് സൈഡിൽ കിട്ടുന്നത്. ടെറിഷ്യറി അമീൻസ് സോലിബിൾ നൈട്രേറ്റ് സോൾട്സുകളാണ് നൽകുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷനിൽ പ്രൈമറി അമീൻസിന്റെ കേസ് മാത്രമാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സെക്കൻഡറി ടെറിഷ്യറിയുടെ ഭാഗം ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഡീപ്പായിട്ട് അറിയണമെന്ന ആഗ്രഹമുള്ളവർക്ക് എന്നോട് ചോദിക്കാം, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇനി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതായത് അമീൻസിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഹാലോജിനേഷൻ ആണ്. അതായത് ഹാലജനുമായിട്ട് റിയാക്ഷൻ നടത്തുകയാണ്. Aniline react with the bromine water to give a white precipitate of 2,4,6 tribromo aniline. അനിലിന് എന്ത് ചെയ്യുന്നു, ബ്രോമിനുമായിട്ട് ഹാലോജിനേഷൻ നടക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് 2,4,6 ട്രൈബ്രോമോ അനിലിൻ. അതായത് 2, 4, 6 ബ്രാഞ്ചുകളിലായിട്ട് 3
Br കയറിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2,4,6 ട്രൈ ബ്രോമോ അനിലിനാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇനി ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വായിച്ച് നോക്കൂ. For the preparation of monobromo derivative, the activating effect of amino group is reduced by acetylation and then bromination is carried out. അതായത് ഒരു മോണോ ബ്രോമോ ഡെറിവേറ്റീവ് ആണ്. അതായത് ഇത്തരത്തിൽ ഒരു ഭാഗത്ത് മാത്രം ഇപ്പോൾ മെറ്റാ സൈഡിലോ അല്ലെങ്കിൽ പേര ഭാഗത്തോ ഓർത്തോ പൊസിഷനിലോ ബ്രോമിൻ മാത്രം, അതായത് ഒരു മോണോ ഡെറിവേറ്റീവ് ഒരു ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചായിട്ട് മാത്രം Br നമുക്ക് ലഭിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിവിടെ ഞാൻ ആ റൗണ്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഏതാണത് പേര അല്ലേ? അതായത് പേര പൊസിഷനിലാണ് അവിടെ Br ഗ്രൂപ്പ് വന്നിരിക്കുന്നത് അല്ല. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ? ഓക്കെ, അപ്പോൾ പേര ബ്രോമോ ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്, പ്രൊഡക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, പേര ബ്രോമോ അനിലീൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്തരത്തിലൊരു മോണോ ബ്രോമോ ഡെറിവേറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിനോ ഗ്രൂപ്പിൻ്റെ ഈ ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അനിലിൻ്റെ ഈ ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബ്രാഞ്ച് ഒരുപാട് അതായത് ഒരുപാട് 2,4,6 ട്രൈ ബ്രോമോ എന്നൊക്കെ കണ്ട പോലെ അവയുടെ ആ ഒരു ആക്ടിവിറ്റി കുറച്ചാൽ മാത്രമാണ് നമുക്കൊരു മോണോ ഡെറിവേറ്റീവ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ധാരാളം ബ്രാഞ്ചുകളായ 2,4,6 എന്ന രീതിയിലൊക്കെ ആണ് നമുക്ക് എന്ത് കിട്ടുക, അതിൻ്റെ കോമ്പൗണ്ടുകൾ കിട്ടുക. അപ്പോൾ ഒരു മോണോ ഡെറിവേറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു അസറ്റിക് ആൻഹൈഡ്രൈഡോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആസിഡ് ക്ലോറൈഡ് ഓർമ്മയില്ലേ പറഞ്ഞത്, ക്ലോറൈഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവയെ റിയാക്ട് ചെയ്യിപ്പിക്കുക. അതായത് ആസിഡ് ക്ലോറൈഡ് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ, ആ ആസിഡ് ക്ലോറൈഡായിട്ട് നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ എന്താ കിട്ടുക, അസറ്റാലിനൈഡ്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റാണ് അസറ്റാലിനൈഡ് എന്ന് പറയുന്നത്. ശേഷം അവയെ എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രോമിനേഷന് വിധേയമാക്കുകയാണ് അല്ലെങ്കിൽ ഹാലോജിനേഷന് വിധേയമാക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു മേജർ പ്രൊഡക്റ്റ് കിട്ടും, അതായത് ബ്രോമോ പ്രൊഡക്റ്റ് കിട്ടും. ശേഷം അവയെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് 4 ബ്രോമോ അനിലിൻ, അതായത് പേര പൊസിഷനിൽ മാത്രം Br ഗ്രൂപ്പ് കിട്ടും. മറ്റുള്ള എവിടെയും തന്നെ എന്തില്ല, Br ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു മോണോ ബ്രോമോ ഡെറിവേറ്റീവ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, അനിലിൻ്റെ ഇത്തരത്തിലൊരു ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചത് ഒന്നില്ലെങ്കിൽ അസറ്റിക് ആൻഹൈഡ്രൈഡ് അല്ലെങ്കിൽ അസൽ ക്ലോറൈഡ് പോലുള്ളവയുമായിട്ട് റിയാക്ഷൻ നടത്തുക. അപ്പോൾ ഒരു ആസിഡ് ക്ലോറൈഡായിട്ട് റിയാക്ഷൻ നടത്തി നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രദ്ധിക്കൂ, ഇതാണ് നമ്മുടെ അവിടെ ആസിഡ് ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് എന്താണ്, അസറ്റാനിലൈഡ്, ഒരു അമൈഡാണ് കിട്ടിയത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കേസും പറയുന്നത്. ഇവിടെയും ഒരു ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റിക് ആൻഹൈഡ്രൈഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിയാക്ഷൻ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്തുതന്നെയാണ്, ഒരു അസറ്റാൽഡിഹൈഡ്, ഒരു അമൈഡ് തന്നെയാണ്. ഓക്കെ, ശേഷം അവയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രോമിനേഷൻ അല്ലെങ്കിൽ ഹാലോജിനേഷൻ നടത്തുന്നു. അപ്പോൾ ഒരു ബ്രോമോ പ്രൊഡക്റ്റ് കിട്ടുന്നു. ശേഷം അവയെ ഹൈഡ്രോളിസിസ് നടത്തിയിട്ടാണ് 4 ബ്രോമോ അനിലിൻ, അതായത് ഒരു മോണോ ബ്രോമോ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താണ്, അത് കൃത്യമായി മനസ്സിലാക്കുക. അനിലിൻ്റെ ആ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് Br വരാതെ 2,4,6 ട്രൈ ബ്രോമോ എന്നൊക്കെ വരാതെ ഒരു മോണോ ബ്രോമോ ഡെറിവേറ്റീവ് ആക്കിയിട്ട് അവയെ എന്ത് ചെയ്യുക, ചുരുക്കുക എന്നാണ് പ്രധാനമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത് നൈട്രേഷനാണ്. ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അലിനെ നൈട്രേഷൻ നടത്തുമ്പോൾ ഫോർ എക്സാമ്പിൾ നൈട്രസ് ആസിഡ് അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് ഇവിടെയൊക്കെ പ്രസൻസിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് പേര നൈട്രോ അനിലിൻ, ഓർത്തോ നൈട്രോ അനിലിൻ എല്ലാം കിട്ടാറുണ്ട്. പക്ഷേ ചില കേസിൽ മെറ്റാ നൈട്രോ അനിലിനും കിട്ടുന്നുണ്ട്. നമുക്കറിയാം അനിലിൻ എന്നുള്ളത് ഓർത്തോ പേര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓർത്തോ പൊസിഷനിലും പേര പൊസിഷനിലുമാണ് NO2 ഗ്രൂപ്പ് നൈട്രേഷൻ നടത്തുമ്പോൾ വരേണ്ടത്. പക്ഷേ ചില കേസിൽ മെറ്റാ നൈട്രോ അനിലിനും കൂടി വരുന്നു. ഓക്കെ, അതായത് മെറ്റാ പൊസിഷനിലും NO2 ഗ്രൂപ്പ് വരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഒരു അനിലിൻ ഓർത്തോ പേര ഡയറക്റ്റിംഗ് ഗ്രൂപ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ മെറ്റാ പൊസിഷനിൽ NH ഗ്രൂപ്പ് വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയൊരു ചോദ്യത്തിന് ഇടയാക്കി. അപ്പോൾ എന്താണ് റീസൺ എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഒരു സ്ട്രോങ് അസിഡിക് മീഡിയത്തിൽ നമ്മുടെ അനിലിൻ എങ്ങനെയാണ്, നിങ്ങൾക്ക് സ്ട്രക്ചർ അറിയാലോ, ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ NH2 അല്ലേ,
ബെൻസിറിങ്ങിൻ NH2 അനിലിൻ എന്ത് ചെയ്യും, നൈട്രിക് ആസിഡോ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡോ സ്ട്രോങ് ആസിഡിക് മീഡിയത്തിൽ ഇവ ഇത്തരത്തിൽ സൾഫ്യൂരിക് ആസിഡോ നൈട്രിക് ആസിഡോ ഒക്കെ ആയിട്ട് റിയാക്ഷൻ നടന്ന് ഒരു അനിലിനിയം അയോണായിട്ട് മാറും. എന്തായി മാറും? അനിലിനിയം അയോണായിട്ട് മാറും. ഇതാണ് അനിലിനിയം അയോൺ എന്ന് പറയുന്നത്. അനിലിനിയം അയോൺ. അപ്പോൾ ഇത്തരത്തിൽ അനിലിനിയോൺ അയോൺ എന്ന് പറഞ്ഞാൽ അത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. NH3+, അതായത് അനിലിനിയം അയോൺ എന്ന് പറയുന്നത് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് ചില കേസിൽ നമുക്ക് എന്ത് കിട്ടുന്നത്, മെറ്റാ നൈട്രോ അനിലിൻ കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ കിട്ടുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നൈട്രേഷനിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ പാരാ നൈട്രോ അനിലും ഓർത്തോ നൈട്രോ അനിലിനാണ്. ചില കേസിൽ മെറ്റാ നൈട്രോ അനിൽ കിട്ടുന്നു. അതിൻ്റെ കാരണമാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത്തരത്തിൽ നൈട്രേഷൻ നടത്തുമ്പോൾ നമുക്ക് പാരാ നൈട്രോ അനിലിനും ഓർത്തോ നൈട്രോ അനിലിനും കിട്ടും നമുക്ക് നോക്കാം. അതായത് മെറ്റാ നൈട്രോ അനിലിൻ കിട്ടാതെ നമുക്ക് ഓർത്തോയും പേരയും കിട്ടുന്ന ഒരു റിയാക്ഷനാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഓർത്തോ പേര ഡയറക്റ്റ് ഗ്രൂപ്പാണ് അനിലിൻ. ഇവിടെ നോക്കൂ, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അസറ്റിക് ആൻഹൈഡ്രൈഡ് നേരെ ഡിസ്കസ് ചെയ്തതാണ്. അസറ്റിക് ആൻഹൈഡ്രൈഡ് പീരിയഡിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ അസറ്റിക് ആൻഹൈഡ്രൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അസറ്റാൽഡിഹൈഡ്, ഒരു അമൈഡ് കിട്ടും. ശേഷം അവയെ നൈട്രേഷൻ നടത്തുമ്പോൾ പേരാ നൈട്രോ അസറ്റാൽഡിഹൈഡും ഓർത്തോ നൈട്രോ അസറ്റാൽഡിഹൈഡും കിട്ടുന്നുണ്ട്. അവയെ ഹൈഡ്രോൾസിന് വിധേയമാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പേരാ നൈട്രോ അനിലിനും ഓർത്തോ നൈട്രോ അനിലിനും മേജറും മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ അതിൽ കിട്ടുന്ന മേജർ പ്രൊഡക്റ്റ് ഏതാണ്? പേരാ നൈട്രോ അനിലിനും. മൈനർ പ്രൊഡക്റ്റ് ഏതാണ്? ഓർത്തോ നൈട്രോ അനിലിനും. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ സാധാരണ NH2 അനിലിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓർത്തോ പേര ഡയറക്റ്റ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേരാ നൈട്രോ അനിലിനും ഓർത്തോ നൈട്രോ അനിലിനാണ് കിട്ടേണ്ടത്. പക്ഷെ മെറ്റാ നൈട്രോ അനിലിൻ കിട്ടുന്നതിൻ്റെ കേസാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതും ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഓക്കെ, ദെൻ റിയാക്ഷൻ വിത്ത് ആസിഡ്. നോക്കൂ, അമീൻസ് ബീങ് ബേസിക്. നമുക്കറിയാം അമീൻസ് എന്നുള്ളത് ബേസിക് ആണ്. റിയാക്ട് വിത്ത് aqueous solution of acids to form salt. The amine is regenerated by adding base. ഒന്നുമില്ല, ഇവിടെ മീഥൈൽ അമീൻ, ഒരു പ്രൈമറി അമീൻ ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? മീഥൈൽ അമോണിയം ക്ലോറൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിലേക്കൊരു ബേസ് ആഡ് ചെയ്താൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അമീനെ റീജനറേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. നോക്കൂ, ഇവിടെ CH3CH തന്നെ, ഇവിടെയും തന്നെയാണ് CH3NH2 തന്നെ. ഓക്കെ, ഇവിടെയും രണ്ട് ഭാഗത്ത് ഇവിടെയും എന്ത് തന്നെ? CH3NH2. അതായത് പ്രൈമറി അമീൻ ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ നമുക്കൊരു മീഥൈൽ അമോണിയം ക്ലോറൈഡ് ആണ് കിട്ടുന്നത് പ്രൊഡക്റ്റ് ആയിട്ട്. അതിലേക്കൊരു ബേസ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടിലോട്ട് നമ്മൾ ബേസ് ആഡ് ചെയ്യുന്ന പക്ഷം അത് വീണ്ടും എന്തായിട്ട് മാറും? അമീനായിട്ട് തന്നെ റീജനറേറ്റ് ചെയ്യുന്നു. അത് മാത്രമാണ് റിയാക്ഷൻ വിത്ത് ആസിഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി സൾഫോണേഷൻ ആണ്. നമ്മൾ ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ പഠിക്കാൻ പോകുന്നത്. വെൻ അനിലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HTSO4, അവിടെ കെൽവിൻ ടെമ്പറേച്ചർ പറയുന്നുണ്ട്. സൾഫാനിലിക് ആസിഡ് ഓർ പേരാ അമിനോ ബെൻസിൽ സൾഫോണിക് ആസിഡ് കിട്ടുന്നുണ്ട്. സൾഫാനിലിക് ആസിഡും അല്ലെങ്കിൽ പേരാ നൈട്രോ ബെൻസിൻ സൾഫോണിക് ആസിഡും കിട്ടുന്നു. ആ റിയാക്ഷനും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിയാക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ എന്ത് ചെയ്യണം? പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഒരു ചെറിയ ഭാഗം കൂടി മാത്രം ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിലൂടെ കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.